ഇനി അടുത്ത ഒരു വഴിപാട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സന്താനഗതികൾക്ക്, വൈകല്യസ്ഥിതിയോടുകൂടിയുള്ള കുട്ടികൾക്ക് വൈകല്യപരമായിട്ടുള്ള മാറ്റഗതി ഉണ്ടാകുന്നതിനും അവരുടെ പോരാക്കുറവുകൾക്ക് നമ്മൾ ഒരു പരിധിവരെ ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ദൈവീയ കണങ്ങളാൽ ഈശ്വര സാന്നിധ്യത്തിൻ്റെ ഒരു സാന്നിധ്യവും കൂടി അവരുടെ ശരീരത്തിലേക്ക് സ്പർശിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ഇടതും വലതും ഇരിക്കുന്ന ദേവയാനി വള്ളിദേവി, ഈ രണ്ട് ദേവിമാരുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നതും നിങ്ങളുടെ മനസ്സിൽ സ്ഥൂല സൂക്ഷ്മമായ നീളത്തിനനുസൃതമായിട്ടുള്ള ഒരു ത്രിശൂലം ദേവീ സങ്കല്പഭാവത്തിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥൂല സൂക്ഷ്മമായ മറ്റൊരു ശൂലം, അപ്പം ത്രിശൂലവും ശൂലവും യഥാശക്തി സാമ്പത്തിക രീതികൾ അനുസരിച്ച് സങ്കൽപ്പിച്ച് ഒരു ദക്ഷിണയോടുകൂടി ക്ഷേത്ര സമർപ്പണം ചെയ്യുന്നതും, ഉപരി പാൽപായസവും ശർക്കര പായസവും ചോറ് എന്നുവെച്ചാൽ വെള്ളനേദ്യം സമർപ്പണം ചെയ്യുന്നതും, നെയ്വിളക്ക് കത്തിച്ച് ആചരിക്കുന്നതും വളരെ പ്രധാനപരമായ ഒരു വഴിപാടായിട്ടാണ് കരുതേണ്ടത്. കൂടാതെ ശിവക്ഷേത്ര സംബന്ധമായിട്ടുള്ള വഴിപാടുകൾ യഥാശക്തി അനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിലുപരി മഹാദേവ സങ്കല്പത്തിൽ അനുസൃതമായി നിൽക്കുന്ന, രാജാതിരാജനായി നിൽക്കുന്ന, ത്രൈലോക്യപരമായി നിൽക്കുന്ന മഹാദേവൻ, അതിസുന്ദരനും ശ്രേഷ്ഠസ്വരൂപനുമായി നിൽക്കുന്ന ദണ്ഡായുധവാണി സാക്ഷാൽ പഴഞ്ഞിമല വസിക്കും ശ്രീ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഉപരി നമ്മൾ ഈ ഇത്തരം വൈകല്യകൃതമായി നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും, ആ ക്ഷേത്രങ്ങളിലുള്ള ദർശനങ്ങൾ നടത്തി അവർക്ക് ഫലകാര്യസാധ്യമായി വന്നു കഴിഞ്ഞാൽ പഴഞ്ഞി പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനവും നടത്തി ആ വഴിപാടുകളെല്ലാം നിർത്തി മാറ്റുന്നതും, അതിലുപരി തന്നെ മറ്റ് വഴിപാടുകൾ ചെയ്ത് തീർക്കാനായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിപാടുകളും കൂടെ ചെയ്ത് മാറിയതിന് ശേഷം ഈ ഇത്തരം കാര്യങ്ങളുടെ സങ്കല്പം മുഴുവായിട്ട് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ആ കാര്യങ്ങളിൽ ഒരു പ്രാധാന്യം നമ്മൾ കാണണം. സുബ്രഹ്മണ്യസ്വാമിയോട് ദേവയാനി വള്ളി വൈഭവപരമായി ഇരിക്കുന്ന ദേവിമാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്ര ദർശനം ചെയ്യുന്നതും പഞ്ചാമൃതാഭിഷേകം ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഈ സുഖമില്ലാതിരിക്കുന്ന കുട്ടികളുടെ പേരിലും നാളിലും ആയിരിക്കണം. അത്തരം കാര്യങ്ങൾ വിശ്വാസപരമായിട്ട് ഭഗവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ളൊരു മാറ്റഗതി ആ കുട്ടികൾക്കുണ്ടായിരിക്കും. അതും വൈകല്യസ്ഥിതിയോടുകൂടിയുള്ള ജനനങ്ങൾ. അപ്പോൾ അത്രയും പ്രത്യക്ഷത്തിൽ തന്നെ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടായി മാറി അതിൻ്റെ എല്ലാവിധ വ്യാധികളും വിട്ടുമാറി നമ്മളുടെ ഈ ഒരു വഴിപാടോടുകൂടി തന്നെ നമുക്ക് ആ കാര്യം സാധ്യമായി മാറും.